ട്രാവലിവിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തമിഴ്നാട്ടിലെ വില്ലുപുരം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ആഗോള നഗരമാണ് ഓറോവില്ല. നിരവധി രാജ്യങ്ങളിൽ നിന്നുള്ളവർ ഇവിടെ ഒത്തൊരുമിച്ച് കഴിയുന്നു. ജാതി മത വർണ്ണഭേദമില്ലാത്ത ഇടമാണ് ഓറോവില്ല. കേന്ദ്രഭരണ പ്രദേശമായ പോണ്ടിച്ചേരിയിൽ നിന്നും കേവലം 12 കിലോമീറ്റർ അകലെയാണ് ഓറോവില്ല സ്ഥിതി ചെയ്യുന്നത്. 1968 മിറ അൽഫാൻസ എന്ന വനിതയാണ് ഈ നഗരം സ്ഥാപിച്ചത്. റോജർ ഏങ്കറാണ് ഈ നഗരത്തിൻ്റെ വാസ്തുശില്പി. ലോകത്തിന് മാനവ ഐക്യത്തെ കാട്ടിക്കൊടുക്കുക എന്നതാണ് ഓറോവില്ല എന്ന ഈ ഒരു സംരംഭത്തിൻ്റെ ഉദ്ദേശം. ഓറോവില്ലയിലെ കാഴ്ചകളും കാര്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓറോവില്ലയുടെ എൻട്രൻസിനോട് ചേർന്ന് തന്നെ അവരുടെ ഒരു ഇൻഫർമേഷൻ സെൻ്റർ ഉണ്ട്. ഇവിടെ എത്തുന്ന സഞ്ചാരികൾ ആദ്യം സന്ദർശിക്കുക ഈ ഇൻഫർമേഷൻ സെൻ്ററാണ്. ഓറോവില്ല എന്ന ആശയത്തെക്കുറിച്ചും അതിൻ്റെ നടത്തിപ്പിനെക്കുറിച്ചുമൊക്കെ സഞ്ചാരികൾക്ക് വ്യക്തമായി ഈ ഇൻഫർമേഷൻ സെൻ്ററിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഓറോവില്ലയുടെ ഇതുവരെയുള്ള ചരിത്രങ്ങളും വിവരണങ്ങളുമെല്ലാം ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അരബിന്ദോ സൊസൈറ്റിയുടെ ഭാഗമായി 1968 ഫെബ്രുവരി 28 ബുധനാഴ്ച മിറ അൽഫാൻസയാണ് ഓറോവില്ല സ്ഥാപിച്ചത്. അരബിന്ദോയുടെ ശിഷ്യയായിരുന്നു അമ്മ എന്നറിയപ്പെടുന്ന മിറ അൽഫാൻസ. ഓറോവില്ല നഗരത്തിൻ്റെ ഉദ്ഘാടന വേളയിൽ 124 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുത്തിരുന്നു. മതങ്ങളില്ലാത്ത, രാഷ്ട്രീയമില്ലാത്ത, ദേശീയതയില്ലാത്ത ഒരു സമൂഹമാണ് ഓറോവില്ലയുടെ ലക്ഷ്യം. ഓറോവില്ലയിൽ സർക്കാർ പങ്കാളിത്തമുണ്ടെങ്കിലും സർക്കാരിൽ നിന്ന് സാമ്പത്തികമായ ഒരു സഹായവും ഇവർ കൈപ്പറ്റുന്നില്ല. ഇവിടുത്തെ ചെറുകിട വ്യവസായികളിൽ നിന്നും ഇവിടെ എത്തുന്ന സഞ്ചാരികളിൽ നിന്നും കൈപ്പറ്റുന്ന താമസ വാടകയിൽ നിന്നുമുള്ള സംഭാവനയിൽ നിന്നുമാണ് ഇവിടെയുള്ളവർ വരുമാനം കണ്ടെത്തുന്നത്. പണത്തിന് പകരം ഇവിടെ വസിക്കുന്നവർ ഓറോ കാർഡാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്കും ഇത്തരം ഓറോ കാർഡ് ഉപയോഗിക്കാം. ഇവിടുത്തെ എല്ലാ വ്യാപാര വിനിമയങ്ങളും ഈ കാർഡ് ഉപയോഗിച്ച് നടത്താൻ സാധിക്കുന്നതാണ്. ഓറോവില്ലയിലെ വാസ്തുവിസ്മയമായ മാതൃമന്ദിറിൻ്റെ ഒരു മിനിയേച്ചർ രൂപം വിസിറ്റേഴ്സ് സെൻറ്ററിൽ നമുക്ക് കാണുവാൻ സാധിക്കും. പുറം കാഴ്ചയിൽ സുവർണ്ണ നിറത്തിലുള്ള ഗോളാകൃതിയിലുള്ളതാണ് ഈ നിർമ്മിതി. യോഗ, ആത്മീയ ധ്യാനം എന്നിവയ്ക്കുള്ള സ്ഥലമായാണ് മാതൃമന്ദിർ വിശേഷിപ്പിക്കപ്പെടുന്നത്. 37 വർഷങ്ങൾ കൊണ്ടാണ് ഈ ഒരു വാസ്തുവിസ്മയം പൂർത്തിയാക്കിയത്. 12 താങ്ങുകളുള്ള ഗോളാകൃതിയിലുള്ള ഈ നിർമ്മിതിയെ സ്വർണ്ണവർണ്ണത്തിലുള്ള ഫലകങ്ങൾ കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നു. ഇതിൽ സൂര്യരശ്മികൾ പതിക്കുമ്പോഴുള്ള മാതൃമന്ദിറിൻ്റെ കാഴ്ച ഏതൊരു സഞ്ചാരിയെയും വിസ്മയിപ്പിക്കുന്ന ഒന്നാണ്. വിസിറ്റേഴ്സ് സെൻ്ററിൽ നിന്നും ഓറോവില്ലയെക്കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയ ശേഷം സന്ദർശകർ പിന്നീട് പോകുന്നത് മാതൃമന്ദിർ സന്ദർശിക്കുവാനാണ്. വിസിറ്റേഴ്സ് സെൻ്ററിൽ നിന്നും ഏകദേശം 1 കിലോമീറ്ററോളം ദൂരമുണ്ട് മാതൃമന്ദിറിലേക്ക്. പോകുന്ന വഴിയിൽ ഒരുപാട് കാഴ്ചകൾ സന്ദർശകർക്കായി ഇവർ ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കാഴ്ചകൾ കണ്ടുകൊണ്ട് നടന്നു പോകേണ്ടവർക്ക് നടന്നും, നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇവരുടേതായ തന്നെ ബസ് സർവീസും ഇവർ ഒരുക്കിയിട്ടുണ്ട്. ബസ് സർവീസിനോ ഓറോവില്ല വിസിറ്റ് ചെയ്യുന്നതിനോ യാതൊരു വിധത്തിലുള്ള ഫീസും ഇവർ ഈടാക്കുന്നില്ല. നിറയെ മരങ്ങളും അവയുടെ തണലും നിറയെ കാഴ്ചകളും ആസ്വദിച്ചുകൊണ്ടാണ് മാതൃമന്ദിറിലേക്കുള്ള യാത്ര. 1000ഓളം ഏക്കർ വ്യാപിച്ചു കിടക്കുന്ന സംസ്കാരമാണ് ഓറോവില്ലയുടേത്. ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്നതിനേക്കാൾ ഒക്കെ ഉപരി അറിയുവാനും മനസ്സിലാക്കുവാനുമുള്ള ഒരിടം എന്ന നിലയിലാണ് ഓറോവില്ല സന്ദർശകർക്കിടയിൽ വ്യത്യസ്തമാകുന്നത്. 100 കണക്കിന് രാജ്യങ്ങളിൽ നിന്നായി ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ ജീവിക്കുന്നു. രാജ്യമോ മതമോ രാഷ്ട്രീയമോ നിറമോ ഒന്നും നോക്കാതെ മാനവികതയിൽ ജീവിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരാണ് ഇവിടെയുള്ളത്. ഇവർക്ക് ഇവിടെ ജീവിക്കുവാൻ വേണ്ട വസ്തുക്കൾ ഇവർ തന്നെ സ്വയം ഇവിടെ തന്നെ നിർമ്മിക്കുന്നു എന്നതാണ് മറ്റൊരു വസ്തുത. ഒരു ദിവസത്തെ സന്ദർശനം കൊണ്ട് അറിയുവാനോ മനസ്സിലാക്കുവാനോ സാധിക്കുന്നതിനേക്കാൾ ഒരുപാട് അകലെയാണ് ഓറോവില്ല എന്ന ആശയത്തിൻ്റെ വ്യാപ്തി. ഏകദേശം മാതൃമന്ദിറിൻ്റെ അടുത്തെത്താറാകുമ്പോൾ സന്ദർശകരെ വരവേറ്റുകൊണ്ട് നിൽക്കുന്ന ഒരു കൂറ്റൻ ആൽമരം കാണുവാൻ സാധിക്കും. പടർന്നു പന്തലിച്ച ശാഖകളൊക്കെ തന്നെ ഓരോരോ ആൽമരങ്ങളായ രീതിയിലുള്ള ഒരു കൂറ്റൻ ആൽമരം. ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് തണലും തണുപ്പും നൽകിക്കൊണ്ട് വർഷങ്ങളായി ഇതിവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. ചുറ്റിനും വേലി കെട്ടി നല്ല രീതിയിൽ ഇതിനെ പരിപാലിക്കുന്നു. ആൽമരം എന്നത് ജീവവായുവിൻ്റെ സ്രോതസ്സും വലിയൊരു ആവാസ വ്യവസ്ഥയുമാണ്. ഇവിടെ എത്തുന്ന സഞ്ചാരികൾ എല്ലാവരും തന്നെ ഇതിന് ചുവട്ടിൽ വിശ്രമിച്ചും ഇതിന് മുന്നിൽ നിന്നുകൊണ്ട് ഫോട്ടോസൊക്കെ എടുത്തിട്ടുമാണ് യാത്ര തുടരുന്നത്. മാതൃമന്ദിറിലേക്ക് പോകുന്ന വഴി സഞ്ചാരികൾക്ക് വിശ്രമിക്കാനായി ഒരുപാട് സ്ഥലങ്ങൾ ഇവർ ക്രമീകരിച്ചിട്ടുണ്ട്. അങ്ങനെ നടന്ന് ഏകദേശം മാതൃമന്ദിർ എത്താറായി. ഈ കാണുന്നതാണ് ഓറോവില്ലയിലെ വാസ്തുവിസ്മയമായ മാതൃമന്ദിർ. മാതാവിൻ്റെ ക്ഷേത്രം എന്നാണ് മാതൃമന്ദിർ എന്ന വാക്കിൻ്റെ അർത്ഥം. ഒരു താമരമൊട്ട് അല്ലെങ്കിൽ ഒരു താഴികക്കുടത്തിൻ്റെ ആകൃതിയിൽ സുവർണ്ണ നിറത്തിലുള്ള ഈ വാസ്തുവിസ്മയം വെറും ഒരു കൗതുക കാഴ്ച എന്നതിനേക്കാൾ ഉപരി
ആത്മീയതയെയും യോഗയെയുമെല്ലാം അതിൻ്റേതായ അർത്ഥത്തിൽ ജീവിതത്തിൽ ഉൾക്കൊള്ളുവാൻ ശ്രമിക്കുന്നവർക്ക് മോക്ഷത്തിലേക്കുള്ള ഒരു മാർഗം കൂടിയാണ്. പരമ്പരാഗതമായ ഇന്ത്യൻ ആധുനിക പാശ്ചാത്യ വാസ്തുവിദ്യയുടെ മികച്ച സംയോജനമാണ് മാതൃമന്ദിർ. ഇത് 12 ഇതളുകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. മുകളിലെ അർദ്ധഗോളത്തിൽ സ്ഥിതി ചെയ്യുന്ന മാതൃമന്ദിറിൻ്റെ അകത്തെ അറയ്ക്കുള്ളിലുള്ള കോണാകൃതിയിലുള്ള മേൽക്കൂരയും മധ്യഭാഗത്ത് ഒരു വലിയ ക്രിസ്റ്റൽ ഗ്ലോബും സ്ഥിതി ചെയ്യുന്നു. ഇത് ആകാശത്ത് നിന്ന് സൂര്യപ്രകാശം ഇതിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പോഴെല്ലാം പ്രകൃതിദത്തമായ വെളിച്ചം പ്രസരിപ്പിക്കുന്നു. അങ്ങനെ ഇതിൽ ധ്യാനത്തിലുള്ള ആളുകൾക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സഹായിക്കുന്നു എന്നതാണ് ഈ നിർമ്മിതിയുടെ സവിശേഷത. മാതൃമന്ദിർ കാണുവാനും ഓറോവില്ല വിസിറ്റ് ചെയ്യുവാനുമായി നമുക്ക് 1 മണിക്കൂറുള്ള ടൈം സ്ലോട്ടാണ് അനുവദിക്കുന്നത്. www.auroville.org എന്ന സൈറ്റിൽ കയറി നമുക്ക് സാധിക്കുന്ന ടൈം സ്ലോട്ട് സെലക്ട് ചെയ്ത് ബുക്കിംഗ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഒരിക്കലും ഈ 1 മണിക്കൂർ കൊണ്ട് കണ്ടു തീർക്കാനാവുന്നതല്ല ഓറോവില്ല എന്ന ഈ വിസ്മയം. സാധാരണക്കാർക്ക് അകത്തേക്ക് പ്രവേശനമില്ല എന്നുള്ളതുകൊണ്ട് തന്നെ പുറത്തുനിന്നും മാതൃമന്ദിർ കണ്ടുകൊണ്ട് മടങ്ങുവാനാണ് സഞ്ചാരികൾക്ക് സാധ്യമാകുക. ഓറോവില്ല സന്ദർശിക്കുവാൻ വന്ന് തിരിച്ചു മടങ്ങുന്ന സഞ്ചാരികൾക്കായി ഓറോവില്ലയിൽ തന്നെ താമസിക്കുന്നവർ നിർമ്മിക്കുന്ന ഒരുപാട് സാധനങ്ങൾ വിൽക്കുന്ന സ്റ്റോറുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. ആൻറ്റിക് ഐറ്റംസ്, പരമ്പരാഗത വസ്ത്രങ്ങളുമെല്ലാം ഇതിൽ ഉൾപ്പെടും. അതുപോലെ തന്നെ സഞ്ചാരികൾക്കായി ഫുഡ് കോർട്ടും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. എല്ലാ പ്രോഡക്റ്റുകളിലും ഇവരുടെ ട്രേഡ് മാർക്കും ഡീറ്റെയിൽസും ഉണ്ടാകും. ഇവയൊന്നും തന്നെ ഓപ്പൺ മാർക്കറ്റിൽ ലഭ്യമാകുന്നതല്ല. ഓറോവില്ലയിലെ സന്ദർശനം പൂർത്തിയാക്കി ഞാൻ അങ്ങനെ പാർക്കിംഗ് ഗ്രൗണ്ടിലെത്തി. ഇവിടെ പാർക്കിംഗ് ഫീ ആയി ചെലവാകുന്ന 20 രൂപ മാത്രമാണ് ഓരോ സഞ്ചാരികൾക്കും ഓറോവില്ല കാണുവാനായി ആകെ ചെലവാകുന്ന എമൗണ്ട്. ഒരു സാധാരണ സഞ്ചാരി എന്ന നിലയിൽ ഓറോവില്ല എന്ന ആശയത്തെ മനസ്സിലാക്കുവാനും മാതൃമന്ദിർ എന്ന വാസ്തുവിസ്മയത്തെ കണ്ണുനിറയെ കാണുവാനും സാധിച്ചതിന് സന്തോഷത്താൽ ഓറോവില്ലയോട് വിട പറയുന്നു. യാത്രകൾ അവസാനിക്കുന്നില്ല. പുതിയൊരു യാത്രാ വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ ബൈ.